ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു മുട്ട അവിയലാണ് കേട്ടോ. അപ്പം മുരിങ്ങയ്ക്കയും മുട്ടയും വെച്ചിട്ട് നമുക്ക് അവിയൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിയൽ റെഡിയാക്കി എടുക്കാം. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുരിങ്ങയ്ക്കയും അതുപോലെ 2 ചെറിയ സവോളയാണ് കേട്ടോ. പിന്നെ ഒരു പൊട്ടറ്റോയും എടുത്തിട്ടുണ്ട്. പിന്നെ മുട്ട പുഴുങ്ങി ഓൾറെഡി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇത് വെച്ചിട്ട് നമുക്കൊരു നല്ല സൂപ്പർ അടിപൊളി ടേസ്റ്റിലൊരു അവിയൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒന്ന് തൊലി കളഞ്ഞ് നമുക്ക് കട്ട് ചെയ്ത് എടുത്തിട്ട് വരാം കേട്ടോ. എല്ലാം ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വലിപ്പത്തിലാണ് എല്ലാം അരിഞ്ഞിരിക്കുന്നത്. കിഴങ്ങ് ഈ ഒരു വലിപ്പത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ചെറുതാക്കിയിട്ടില്ല, ഞാനിങ്ങനെ മുഴുവനെയാണ് ഇടുന്നത് കേട്ടോ. അതുപോലെ തന്നെ സവോള തീരെ അങ്ങനെ നൈസായിട്ട് അരിഞ്ഞിട്ടില്ല. പിന്നെ പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊരു പാത്രത്തിലിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വയ്ക്കാം. ഒരു പാനിലോട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഫുള്ള് സാധനങ്ങളാണ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് ആവശ്യത്തിന് ഉപ്പ്. അത് കഴിഞ്ഞ് ഒരു സ്വല്പം വെള്ളം, ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഒത്തിരി വേണ്ട, സ്വല്പം വെള്ളം ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് നമ്മുടെ ആ പൊട്ടറ്റോയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അതിനാവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കറിവേപ്പിലയാണ് കേട്ടോ. കറിവേപ്പില ഇടുന്നിടത്തോളം അതിനൊരു ടേസ്റ്റാണ്. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ എല്ലാ കഷ്ണത്തിലും പിടിക്കുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതൊരു മീഡിയം തീയിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതവിടെ നിന്ന് വേവട്ടെ. ആ സമയത്ത് നമുക്ക് ഇതിന് ഈ അവിയലിനുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കിയെടുക്കണം. ഏകദേശം ഒരു അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി, സ്വല്പം നല്ല ജീരകം എന്ന് പറഞ്ഞാൽ അതായത് ക്യുമിൻ സീഡ്, പിന്നെ സ്വല്പം മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് നമുക്ക് ഈ തേങ്ങയൊന്ന് നല്ലതായിട്ട് ചതച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കരുത്. നമ്മൾ ഈ തേങ്ങ അവിയലിൽ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പം ഞാൻ തേങ്ങയൊക്കെ ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ സമയം കൊണ്ട് അതിലേക്കുള്ള മുട്ട നമുക്ക് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഒരു മുട്ടയെ തന്നെ ഞാൻ 4ആയിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് കേട്ടോ. ഇപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്, വെള്ളം പറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. അരപ്പ് ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റ് ഒന്ന് മൂടി വെക്കണം കേട്ടോ. ഒരു ആവി കയറാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞു. നല്ലതായിട്ട് അതിൽ ആവിയൊക്കെ കയറിയിട്ടുണ്ട്. നമ്മുടെ തേങ്ങയുടെ ആ പച്ചച്ചൊവയൊന്ന് പോയിട്ടുണ്ട് കേട്ടോ. ഇനിയും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ എല്ലായിടത്തും അരപ്പ് പിടിക്കുന്ന പോലെ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ വെള്ളമൊന്നുമില്ല, എല്ലാം നല്ലതായിട്ട് പറ്റിയിട്ടുണ്ട്. കഷ്ണങ്ങളൊന്നും തന്നെ ഉടഞ്ഞു പോയിട്ടില്ല. കണ്ടോ, ഇതൊന്നും ഉടഞ്ഞു പോയിട്ടില്ല. ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. ഇനി നമ്മളിതിലോട്ട് ചേർക്കുന്നത് സ്വല്പം തൈരാണ് കേട്ടോ. തൈര് അല്ലെങ്കിൽ നമുക്ക് എന്തോ പറയുന്ന വാളംപുളിയില്ലേ, അത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഞാനിവിടെ തൈരാണ് ചേർക്കുന്നത്. അതിനുശേഷം തൈരും കൂടെ ചേർത്ത് നമ്മളിതുപോലെ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയെല്ലാം ഇതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പം മുട്ട ചേർത്തിട്ട് നിങ്ങൾക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്യണമെങ്കിൽ മിക്സ് ചെയ്യാം കേട്ടോ. ഇപ്പം മുട്ട ആ ഒരു രീതിയിൽ കഴിക്കണമെന്നുള്ളവർക്ക് അധികം ഇളക്കണ്ട. അപ്പം നമുക്ക് ആ വെള്ളയൊക്കെ ഒന്ന് കഴിക്കാനായിട്ട് കിട്ടും. മഞ്ഞ ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോകത്തില്ല. ഇവിടെ പിള്ളേർക്ക് ഇതുപോലെ കഴിക്കാൻ കിട്ടുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഒത്തിരി അങ്ങ് ഉടച്ചെടുത്തിട്ടില്ല കേട്ടോ. ഉണ്ണിയൊക്കെ നല്ലതായിട്ട് ഉടഞ്ഞ് കഴിയുമ്പം അതിന് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒത്തിരി ഒന്നും ഉടച്ചിട്ടില്ല. ഇനി ലാസ്റ്റ് നമുക്കതിൻ്റെ മുകളിലേക്ക് സ്വല്പം പച്ചവെളിച്ചെണ്ണ ഇതുപോലെ ചേർത്ത് കൊടുക്കാം. അതൊരു ടേസ്റ്റിന് വേണ്ടിയാണ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ സ്വല്പം കരിവേപ്പിലയും കൂടെ അതും കൂടെ ചേർത്ത് നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അങ്ങനെ സ്വാദിഷ്ടമായ അവിയൽ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വളരെ സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ മീനും ഇറച്ചിയൊന്നും ഇല്ലെങ്കിൽ മുട്ട കയ്യിലിരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു. ബൈ.